ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തുടരും നമ്മുടെ ലാലേട്ടന്റെ മൂവിയാണ്. ലാലേട്ടൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്ക് നല്ലൊരു മറുപടിയുമായിട്ടാണ് ഈ ഒരു തുടരും മൂവി എത്തിയിട്ടുള്ളത്. നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് സീനുകളും അതുപോലെ തന്നെ ലാലേട്ടന്റെ കണ്ണുകൾ വരെ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ്. ഇത് തന്നെയാണ് പറയുന്നത് അല്ലെ, ലാലേട്ടൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞവർക്ക് നല്ലൊരു മറുപടി എന്ന് തന്നെ തുടരും മൂവി കൊണ്ട് ലാലേട്ടൻ കാണിച്ചു തന്നു എന്ന് തന്നെ പറയാം. ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു മൂവി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ലാലേട്ടന്റെ കോംബോ ആയിട്ട് എത്തുന്നത് ശോഭന മാമാണ്. അത് ശോഭന മാം ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടെങ്കിൽ പോലും ആദ്യം നമുക്ക് തോന്നും, ഓ ശോഭന വേണമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു മൂവിയുടെ കഥ അല്ലെങ്കിൽ ആ ഒരു ഗതി മാറുന്ന ആ ഒരു അവസരത്തിൽ ഒരു നോട്ടം കൊണ്ട് പോലും അഭിനയിക്കുന്ന ഒരു ശോഭന മാമിനെ നമുക്ക് കാണാൻ സാധിക്കും. കറക്റ്റ് കോംബോ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ ലാലേട്ടന്റെ പഴയ കാലത്തിലേക്കോ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കുന്ന രീതിയിലും പല മൂവികളിലെ ഡയലോഗുകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മൂവി തന്നെയാണിത്. പഴയ ഒരു അംബാസഡർ കാറും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിട്ട് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഒരു ദൃശ്യം, പുലിമുരുകൻ, നരനൊക്കെ മൂവി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു മൂവിയും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തരുൺ മൂർത്തിയാണ് ഈ ഒരു മൂവി സംവിധാനം ചെയ്തിട്ടുള്ളത്. നിർമ്മാണം ചെയ്തിരിക്കുന്നത് എം രഞ്ജിത്താണ്. അതുപോലെ തന്നെ KR സുനിലും തരുൺ മൂർത്തിയും ചേർന്നിട്ടാണ് ഈ ഒരു മൂവി രചന ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര ഗംഭീരമായിട്ട് നമ്മൾ ലയിച്ചു പോകുന്ന രീതിയിലാണ് ആ ഒരു മ്യൂസിക് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ എന്ന് പറയാം. ജെക്സ് ബിജോ ആണ് ഈ ഒരു മൂവിയിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അത് ഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ വിരുന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു മൂവി കാണുമ്പോൾ. നരനും പുലിമുരുകനും അതുപോലെ തന്നെ ദൃശ്യ മൂവിയൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് എനിക്ക് ഈ ഒരു മൂവി കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ ഈ ഒരു മൂവിയിലും പോലീസും പോലീസ് സ്റ്റേഷനും ഒക്കെ നമുക്ക് കാണാം. നടനെ പോലെ തന്നെ അല്ലെങ്കിൽ നായകനെ പോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള വില്ലന്മാരാണ് നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ കഴിയുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, ഓരോ പോലീസുകാരും അതിഗംഭീരമായിട്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നായകനെ കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലന്മാരെത്തിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവി അതിഗംഭീരമായതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു മൂവിയില് വളരെയധികം അല്ലെങ്കിൽ ഒരുപാട് പറയാൻ കഴിയില്ല, കാരണം സ്പോയിലർ ആകും. അതുകൊണ്ട് തന്നെ പലതും പറയാൻ നമുക്ക് കഴിയില്ല. ഒരുപാട് ട്വിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ചെയ്യിക്കുന്ന ഒരു മൂവി തന്നെയാണ് തുടരും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനൊരു ലാലേട്ടൻ ഫാൻ അല്ല എങ്കിൽ പോലും എനിക്ക് അത്രത്തോളം ഈ ഒരു മൂവി കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ആയാലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഫീല് തന്നെയാണ് എനിക്ക് ഒരു മൂവി തന്നിട്ടുള്ളത്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് തന്നെ അറിയണം അതിൻ്റെ ആ ഒരു ഫീൽ അറിയണമെങ്കിൽ. എന്തായാലും ഈ ഒരു മൂവി കൊണ്ട് തന്നെ യെസ്, ലാലേട്ടൻ ഇനിയും തുടരും. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യാനിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലുള്ള മൂവീസുകൾ ഇനിയും കാണാം എന്ന് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു മൂവിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അദ്ദേഹത്തിൻ്റെ ഒരു പവർ ഈ ഒരു പ്രായത്തിലും ഇത്ര ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം തുടരും എന്ന മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കഥയും കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കണ്ടു മറന്നിട്ടുള്ള ഒരു കഥകളൊക്കെ തന്നെയായിരിക്കാം എങ്കിൽ പോലും ഈ മൂവി അവർ ഒരുക്കിയിരിക്കുന്നത് തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളുമാണ് ഈ ഒരു മൂവിയിൽ വരുന്നത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.